ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. മർഗോസ് എഴുതിയ സുവിശേഷത്തിൽ 9:48 വാക്യത്തിൽ വായിക്കുമ്പോൾ നരകത്തെക്കുറിച്ചും ഹല്ലേലൂയ സ്വർഗത്തെക്കുറിച്ചും ഒക്കെ അവിടെ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: കെടാത്ത തീയും ചാവാത്ത പുഴും, അതുപോലെ തന്നെ തീയാണ്. ദൈവത്തിൻ്റെ വചനം ആ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിലർ പറയുന്നത് സ്വർഗവും നരകവും ഇവിടെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നവരുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിൽ കർത്താവ് തന്നെയാണ് അത് പറഞ്ഞത്. അതാണ് ശിഷ്യൻ പകർത്തി എഴുതിയതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രകാരത്തിൽ. അതുകൊണ്ട് സ്വർഗവും നരകവും ഭൂമിയിലല്ല, സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ കൊള്ളരായ്മകൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമോ ദൈവത്തിന്? ഇല്ല. അതുകൊണ്ട് അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, നീതി ചെയ്യുന്നവൻ നീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. അവർക്കെല്ലാം കൊടുക്കുവാൻ പ്രതിഫലം ദൈവത്തിൻ്റെ പക്കലുണ്ടെന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വതന്ത്രം. അരുമനാഥനായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ സത്യവും അർത്ഥവും അത് സംഭവവും ശരി തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ആയുസ് മുഴുവൻ 70 ഏറിയാൽ 80 എന്ന് തിരുവചനത്തിൽ പറയുന്നു. ചില 100 വയസ്സ്, ചില കുറച്ച് നാളുകൾ കുറച്ചൊക്കെ ജീവിക്കുന്നവരുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ മരിക്കും. എല്ലാവർക്കും അറിയാം, മരണം എന്തായാലും ഒരു ദിവസമുണ്ട്. ജനനം ഒരു ദിവസമുണ്ടെങ്കിൽ മരിക്കുവാൻ ഒരു ദിവസമുണ്ട്. ആ കാല അളവുകളിൽ, ഇടയ്ക്കുള്ള കാല അളവുകളിൽ നാം ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. മനുഷ്യൻ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്, ഫലപ്രദമായ രീതിയിലൊക്കെ ജീവിക്കുന്നവരുണ്ട്, സ്വഭാവത്തിൻ്റെ വിദ്യാഭ്യാസങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു സന്ദേശം: നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ കാണുമ്പോൾ അസൂയ വരാറുണ്ടോ? വരാറുണ്ട്. ക്രിസ്തുവാമേ, നാം ജഡത്തിലായിരിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നാം ക്രിസ്തുവാമേ ഹല്ലേലൂയ എല്ലാ മനുഷ്യർക്കും എല്ലാവിധമായ സ്വഭാവങ്ങൾ മനസ്സിൽ വെളിപ്പെടും. ആത്മീയ സ്വഭാവങ്ങളും മനുഷ്യൻ്റെ ഉള്ളിൽ വെളിപ്പെടും. പക്ഷെ ആത്മീയമായ സ്വഭാവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റത് പല ചിന്തകളിൽ അസൂയ, നന്ദവശം, പല രീതിയിലുള്ള ചിന്തകൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ചിലർ മുൻസ്ഥാനം കൊടുക്കുന്ന ആത്മീയത്തിനാണ്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. എന്തെങ്കിലും അസൂയയൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. അത് മാറ്റിയിട്ട് ആത്മീയമായ രീതിയിൽ ജീവിച്ചു പോകുന്ന അനേകരുണ്ട്. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിനോടുള്ള അസൂയകൾ യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതായത് യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചു. യേശു ചെയ്ത പ്രവൃത്തികൾ
കളകമായി പറഞ്ഞവരുണ്ട്. ഒരു മലയുടെ വക്കോളം കൊണ്ടുപോയിട്ട് കാല് കീഴിൽ തള്ളിയിടാൻ ഭാവിച്ചു. യേശു അവരുടെ നടുവിൽ കൂടെ നടന്നുപോയി എന്നാണ് ദൈവജനം വിളിച്ചു പറയുന്നത്. യേശുവിൻ്റെ അത്ഭുതമായ കരങ്ങളിൽ എന്നെ നിന്നെ വഹിച്ചിരിക്കുന്നത് കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുക. പിശാച് ദൈവവചനത്തിനും യേശുവിനും ആരാധനയ്ക്കും ദൈവിക ബന്ധകോസ പ്രവർത്തനങ്ങൾക്കൊക്കെ പിശാചെതിരാണ്. പിശാചിന് അനുകൂലമായി വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വരില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം നമുക്കാര്. ദൈവം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയില്ല തൻ്റെ ജനത്തിൻ്റെ മേളിൽ. അതാണ് ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ ഒക്കെ നാം ജീവിച്ച് പോകുമ്പോൾ പലവിധമായ പ്രതിബന്ധങ്ങൾ, പലവിധമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തിരുമാലകളെ പോലെ ഒഴുകി വരുന്ന അനേക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അതൊക്കെ ദൈവം പരിശുദ്ധനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ ചിലർ പറയുന്നു, യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നു. ദൈവാത്മാവ് പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, സാറാബുകൾ പോലും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂർ. പിന്നെ പ്രത്യേകിച്ച് യേശു പറയേണ്ട കാര്യമല്ല. സമരിയ സ്ത്രീയോട് പറഞ്ഞ്, സത്യ നമസ്കാരം പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു യേശു പറഞ്ഞത്. അത് പെന്തക്കോസ്ത് നാളിൽ ആരാധന വെളിപ്പെട്ടു. നമ്മൾ പറയാം, സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കേണ്ട നാഴിക വരും. നമസ്കാരം എന്ന് പറഞ്ഞാൽ ആരാധന എന്നാണ്. യേശുവിനെ കുറിച്ച് യേശു പറഞ്ഞതാ. ചിലർ പറയുന്ന യേശു എന്നെ ആരാധിക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെല്ലാം വിട്ടുതരങ്ങളാണ് മനുഷ്യൻ വിളിച്ച് പറയുന്നത്. ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെ ദൈവജനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവ സന്ദേശത്തിൽ കടന്നു വരാം. ദൈവം പ്രൈസ്തലോമേ, ഹല്ലേലൂയ, നരകവും സ്വർഗവും ഒക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. മനുഷ്യൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പലരും കുളിരായ്മയുടെ വഴിയിൽ കൂടെയാണ്. അവരെയൊക്കെ ദൈവം സ്വർഗത്ത് കൊണ്ടുപോകും ഇല്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. പാവ വഴികൾ വിട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ദൈവ വഴികളിൽ ജീവിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. അല്ലെങ്കിൽ അവർക്കാണ് സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. അല്ലാതെ ദൈവ വഴി വിട്ട് മോശമായ രീതിയിൽ ലോകത്തിൽ മനുഷ്യൻ ജീവിച്ച് കൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയല്ല സ്വർഗം ഒരുക്കിയിട്ടിരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തോട് അരുളി ചെയ്യുന്നതൊക്കെയും ഒരു ഉദ്ദേശത്തിൽ കൂടെയാണ് ദൈവം എല്ലാം പറയുന്നത്, പ്രവർത്തിക്കുന്നത്. ചുരുങ്ങിയ കാല അളവിലുള്ള ജീവിതത്തിൽ നമുക്ക് നിത്യമായ ഒരു സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. അവിടെ അവസാനമില്ല. അതങ്ങനെ പരമ്പരയായി അങ്ങ് നിത്യത അതിനെ പേരിട്ടിരിക്കുന്നത്. നിത്യത എന്ന് പറഞ്ഞാൽ അവസാനമില്ല. നിത്യമായ ദൈവം, നിത്യത
ഒരുക്കിയിട്ടിരിക്കുന്നു. ലോകത്തിൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ദൈവാലോചന ഏറ്റെടുത്ത് ജീവിച്ച് ദൈവികമായി ജീവിക്കുമ്പോൾ നമുക്ക് നിത്യമായ വാസസ്ഥലം ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവം അരുളി ചെയ്തിരിക്കുന്നതായ തിരുവചനത്തിൻ്റെ സത്യങ്ങൾ ഒരിക്കലും മാറില്ല. ആകാശം മാറും, ഭൂതലം മാറും, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചന ഒരു നാൾ മാറില്ല എന്ന് പറഞ്ഞു. വള്ളിക്ക് പുള്ളിക്ക് മാറ്റം ഉണ്ടാവില്ല. അതാണ് ദൈവത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നിത്യത തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എവിടെയാണ് നാം ആയിരിക്കുന്നത് അവിടെ നാം ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ഒക്കെ ജീവിച്ചു പോകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരാധന എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയിലുള്ള ആരാധനയല്ല. നമുക്ക് എപ്പോഴും ആരാധിക്കാം. സമയമുള്ളപ്പോഴൊക്കെ ദൈവത്തെ പാടി ആരാധിക്കുന്നത് നല്ലതാണ്. ദൈവജനം കേൾക്കുന്നത് നല്ലതാണ്. ആരാധനയും ദൈവജനം കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ വളർച്ച ഉണ്ടാവില്ല. ദൈവം മുൻ പ്രവാചകന്മാരിൽ കൂടെ അരുളി ചെയ്തിരിക്കുന്ന തിരുമൊഴികളെല്ലാം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഒരു യാഥാർത്ഥ്യ സത്യമാണ്. വേണ്ടുള്ളവർ ഏറ്റെടുത്ത് ജീവിക്കാം. ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തനമല്ല, മതം മാറ്റുന്ന ഒരു സുവിശേഷ പ്രവർത്തനമല്ല. മനുഷ്യന് ക്രിസ്തുവിൽ കൂടെ രൂപാന്തരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ കണ്ടെത്തി ജീവിക്കുക എന്നേ ഉള്ളൂ. യേശു ക്രിസ്തു പോലും ഇത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഒരുത്തന്നെ മതത്തിൽ ചേർക്കുന്നെങ്കിൽ അവനെ നരകത്തിൽ കഴുത്തിൽ കല്ല് കെട്ടി നരകത്തിലിടുക എന്ന തുല്യം പോലെയാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മതത്തിൽ ചേർക്കുന്നതല്ല സുവിശേഷ പ്രവർത്തനം. ഇത് ആത്മീയമായ ഒരു സന്ദേശമാണ്. ഇതൊരു മത ഉപദേശമല്ല, ഇത് ആത്മീയ സന്ദേശമാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിന്, ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമുക്ക് ദൈവ ആത്മാവിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം. പലരും സുവിശേഷം വിട്ട് പോയവരുണ്ട്. പലരും പ്രസംഗതലത്തിൽ പ്രസംഗം കളഞ്ഞിട്ട് ലോകത്തിലോട്ട് പോയവരുണ്ട്. സ്നാനപ്പെട്ടിട്ട് ലോകത്തിലേക്ക് പോയവരുണ്ട്. പിന്മാറ്റക്കാരെന്ന് പറയും. ഇതൊക്കെ ഉപേക്ഷിച്ച് പലരും പോയവരൊക്കെ ഉണ്ട്, പിന്നെ വന്നിട്ടില്ല. ചിലർ ഉപേക്ഷിക്കാതെ യേശു ക്രിസ്തുവിനെ ഇന്നും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും മൗലിക അവകാശമുണ്ട്. നീ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ നിനക്കുള്ള, നിനക്ക് നിത്യ അഗ്നി പോകേണ്ടി വരില്ല. കാരണം ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ നിനക്ക് അഗ്നി പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകാൻ ഇടവരില്ല, നിത്യതയിൽ ചെല്ലും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും ആക്ഷേപങ്ങളും ഒക്കെ വരുമ്പോൾ ഭാരപ്പെടേണ്ട. കാരണം എന്നറിയോ, ഒരു നിന്ദയ്ക്കുണ്ട് പ്രതിഫലം സ്വർഗത്തിൽ വീഴുക. പ്രതിഫലം ദൈവ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും നിന്നെ ആക്ഷേപിക്കുന്നെങ്കിൽ, നീ ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തു നിമിത്തം നീ സഹിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപങ്ങളുണ്ടെന്നാണ് ദൈവവചനം വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് കളിയാക്കി ചിരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു ആത്മീയ മനുഷ്യൻ സന്തോഷിക്കേണ്ടതുണ്ട്. കാരണം
നിക്ഷോഭങ്ങൾ സ്വർഗത്തിൽ കോടികൾ വീഴുക യേശുവിന് വേണ്ടി നീ കഷ്ടം സഹിച്ചാൽ, ക്രിസ്ത്യാനിയായ കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്, പ്രതിഫലം സ്വർഗത്തിലുണ്ടെന്നാണ് ദൈവവചനം വിളിച്ചു പറയുന്നത്, ദൈവവചനത്തിലുള്ളത്. സ്തോത്രം. കാലാകാലങ്ങളിൽ നമുക്ക് ദൈവവചനത്തിൽ സന്തോഷിക്കുവാൻ വകയുണ്ട്. ദൈവവചനം യാഥാർത്ഥ്യമാണ്, ദൈവവചനം സത്യമാണ്. യേശു പറഞ്ഞിരിക്കുന്ന സന്ദേശം അത് സത്യമാണ്, അത് നിറവേറിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സ്വർഗം നമ്മെ ഉറ്റുനോക്കുകയാണ്. സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിൽ നാം എവിടെ ആയിരിക്കുന്നു അവിടെ ഇരിക്കുന്ന പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ദൈവം നമ്മെ നടത്തും. ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദുഷ്ടൻ്റെ ചെങ്കോൽ ഒടിച്ചു കളയുന്ന ദൈവമാണ്. ദുഷ്ടൻ്റെ വ്യാപാര കെട്ടുകളെ പുഴുതെറിയുന്ന ദൈവമാണ്. അന്ധകാര കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആധുനിക മനുഷ്യൻ ഇന്ന് ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങളൊന്നും ഉൾക്കൊള്ളാതെയും അതിന് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെയും പലരും ഈ വചനത്തെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ്. അതുകൊണ്ട് അവർക്ക് വരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നിത്യ നരകത്തിലേക്കാണ് അവരെ ദൈവം തള്ളുന്നത്. അതുകൊണ്ട് ദൈവം നമ്മോട് കൂടെ ഇരുന്നോ ആലോചന ദൃഷ്ടി വെച്ച് നടത്താൻ മതിയായ ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്തിൽ നമ്മെ വിടുവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തു. അതായത് യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന, സ്നാനപ്പെട്ട് ആരാധിക്കുന്ന, ദൈവവുമായി ബന്ധത്തിലുള്ള ആ വ്യക്തിയെ വിടുവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തു. എന്നെ നിന്നെ വിടുവിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ സ്തോത്രം എന്ന് പറയുന്നത്, സ്തോത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വലുതാണ്. കാരണം പറഞ്ഞാൽ നമ്മെ ദുഷ്ടൻ്റെ അധീനതയിൽ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ കരിഞ്ഞു പോകും. സ്തോത്രത്തിൻ്റെ ശക്തി അങ്ങനെയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദുഷ്ട വ്യാപാര കെട്ട് അഴിഞ്ഞു പോകും. ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞാൽ സ്തോത്രത്തിൻ്റെ ശക്തി അങ്ങനെയാണ്. നമുക്ക് എതിരായി പ്രവർത്തിക്കുന്ന, നമുക്കെതിരായി എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ സ്തോത്രം ചെന്ന് അതിൻ്റെ ശക്തിയെ കരിച്ചു കളയും. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയാണ് സ്തോത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുണ്ട്. പത്രോസും യോഹന്നാനും ഒക്കെ ശിഷ്യന്മാരെയൊക്കെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു സ്തോത്രം പറഞ്ഞ ജീവിതത്തെ പാടി ശ്രമിച്ചപ്പോഴാണ് കെട്ടുകൾ അഴിഞ്ഞു പോയത്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, സ്തോത്രത്തിന് ശക്തിയുണ്ട്, ഹല്ലേലൂയയ്ക്ക് ശക്തിയുണ്ട്. നമ്മെ നിർത്തും ദൈവം. അതാണ് ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിൽ നടത്തുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യന് ചില കണക്കൂട്ടുകളുണ്ട്. മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യൻ്റെ രീതിയിൽ നിർത്തി സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനകളിൽ മനുഷ്യൻ്റെ മുഖം നോക്കാതെ ആളുകളെ നിർത്തി സുവിശേഷ പ്രവർത്തനം നടത്തുന്നവരുമുണ്ട്. രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളും കൊടുക്കുന്നത് എങ്ങനെയാണ്? ആൾക്കാരുടെ നീളവും വണ്ണവും വെളുപ്പും ഒക്കെ നോക്കിയാണ് സാമ്പത്തികങ്ങൾ കൊടുത്തവരെ സഹായിക്കുന്നത്. ദൈവത്തിന് മറ്റൊരു തലത്തിൽ ഒന്നും നോക്കാതെ ദൈവം നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് ആര് ദൈവത്തെ വിശ്വസിക്കുന്നു അവരെ ദൈവം വലിയ പ്രവൃത്തി ദൈവം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവത്തെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. ഏറെ നാളുകളിൽ കഷ്ടത്തിൽ കൂടെ ജീവിക്കുന്നവരുണ്ട്. അതിന് സാമ്പത്തികമായ കഷ്ടത്തിൽ കൂടി ജീവിക്കുന്നുണ്ട് ഏറെ നാളുകളായി. അവരോട് ദൈവത്തിൻ്റെ ആലോചന പറയുന്നത് ദൈവം വിടുവിക്കുവാറായി.
അവൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി എന്നെ വിടുവിച്ച് സാമ്പത്തികം നൽകി നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ പ്രാർത്ഥിയിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞതിനെയാണ്, മക്കളെങ്കിലും അവകാശികളാണ്. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്, നീതിയുണ്ട് ദൈവത്തിന്. അത് തൻ്റെ മക്കൾക്ക് കൊടുക്കുകയാണ്. എണ്ണിത്തീരാത്തതായ നന്മകൾ ലോകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. എണ്ണിക്കൂടാത്തതായ നന്മകൾ, ധനവും മാനവും പുരാതന സമ്പത്ത് നീതി. ധനം, മാനം, പുരാതന സമ്പത്ത് നീതിയുണ്ട്. സമ്പത്തുകൾ അനവധിയുണ്ട് ദൈവസന്നിധി. അത് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാനിടയായിത്തീരും. ഒരു മകൻ അപ്പനോട് ചോദിക്കുന്നത് പോലെ അവകാശങ്ങൾ ദൈവസന്നിധി ചോദിച്ച് മേടിച്ച് ജീവിക്കണം. ജാടയായി ജീവിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. എന്തെങ്കിലും ഉണ്ട് എന്നുള്ള രീതിയിൽ ജാട പോലെ ജീവിച്ചു പോയാൽ ഒന്നും കിട്ടത്തില്ല. നമ്മൾ യാഥാർത്ഥ്യമായി പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അവകാശം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകി നമ്മെ സമ്പന്ന നിലയിലേക്ക് എത്തിപ്പാൻ ദൈവത്തിന് കഴിയും. അതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. സ്വർഗം മുടിവിക്കും, സ്വർഗം നമ്മെ സഹായിക്കും, നാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവം നമ്മെ നടത്തി മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ദൂതുകൾ, ആലോചനകളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതായത് നീ കുഴയ്ക്കുന്ന കൊട്ട അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മൃഗങ്ങൾ, വീട്ടിലുള്ള ആട് മാട് ഒക്കെ വർദ്ധിക്കും. നീ വലിയ അനുഗ്രഹമായ നിലയിൽ തീരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ് പഴയ നിയമത്തിൽ ഉണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക, എനിക്കും നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് വലിയ വലിയ സമ്പത്തുകളുണ്ട് ദൈവസന്നിധിയിൽ. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ വലുപ്പവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വ്യവസ്ഥയും ദൈവത്തിൻ്റെ വാക്കുകൾ ആരാഞ്ഞറിഞ്ഞ് മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും യേശുവിനെ തള്ളിക്കളഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോകുന്നു. മനുഷ്യനെ നോക്കുന്നത് കൊണ്ടാണ്. മനുഷ്യനെ നോക്കിയാൽ ബന്ധകോസ് പ്രസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയില്ല. ദൈവത്തെ നോക്കി ജീവിക്കുകയാണെങ്കിൽ നിൽക്കാം. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുസമ്പന്നനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ ദൈവത്തിന് അറിയാം. കാലാകാലങ്ങളിൽ ദൈവം അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ജനത്തിന്. ഇന്നും ദൈവം നൽകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവം വാക്കുമാറാത്ത ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ്, നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായ ദൈവമാണ്, തൻ്റെ കരമയച്ച് വിടുവിച്ച് നമ്മെ നടത്തുവാൻ മതിയായ ദൈവമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സുഖം നമ്മെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എന്നെയും നിന്നെയും അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എന്നെയും നിന്നെയും ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്നെയും നിന്നെയും ദൈവം സമ്പന്നനായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. എന്നെയും നിന്നെ സമ്പത്ത് കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോവുകയാണ്. അതാണ് സ്വർഗത്തിലെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ വരട്ടെ. അഭിഷേകത്താൽ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ചവൻ വിശ്വസ്തൻ, അഭിഷേകത്താൽ ദൈവം നിർത്തും. ക്ഷീണങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, ബുദ്ധിമുട്ട് വരട്ടെ, ഞെരുക്കം വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, അവിടെയൊക്കെ ശക്തി നൽകി ദൈവം നിർത്തുവാൻ ഒരു മതിയായ ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആത്മീയ തലങ്ങളിൽ ആത്മീയമായി വിടുവിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ആലോചന ശ്രവിക്കുന്നത് എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളോട് പറയുകയാണ്, യേശുവായിട്ടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥതയുണ്ടോ? നീ പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥത്തിലൂടെയാണോ? നീ വിശ്വസിച്ചിരിക്കുന്ന ആത്മാർത്ഥത്തിലൂടെയാണോ?
നീ ബൈബിളും കൊണ്ട് സഭയിൽ പോയി പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥതയുണ്ടോ? ഹൃദയത്തിൻ്റെ ഉള്ള് അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, സ്വർഗത്തിലെ ദൈവം. ഇതോ അതുകൊണ്ട് ഭൂമിയിൽ നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. ആയുസ്സും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കും. 1 ആയുസ് തരും, 2 ആരോഗ്യം തരും, 3 സമ്പത്ത് തരും. അങ്ങനെയുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, നാം വിശ്വസിച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ, യേശുവിനെ തന്നെയാണ് നീ വിശ്വസിച്ചിരിക്കുന്നെങ്കിൽ, കർത്താവ് ഒരു നാളും കൈവിടില്ല. ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവരോടാണ് ദൈവത്തിൻ്റെ ദൂത് പറയുന്നത്, നീ വെള്ളത്തിന് മീതെ നടന്നാൽ വെള്ളം നിന്റെ മീതെ കവിഞ്ഞൊഴുകില്ല. തീയുടെ മേൽ കൂടി നടക്കും, തീ നിന്നെ ദഹിപ്പിക്കില്ല. സ്തോത്രം. ആലോചനയുടെ ഹല്ലേലൂയ ശക്തമായ ദൈവത്തിൻ്റെ സന്ദേശത്തിൻ്റെ നടുവിൽ നമ്മെ ദൂതുകളാൽ നിറച്ച് ശത്രുമുമ്പാകെ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വിശ്വാസത്തോടെ നിലനിൽക്കുന്ന തൻ്റെ ജനത്തെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഏതവസ്ഥയിലും എന്ന് പറഞ്ഞാൽ നാം എന്തവസ്ഥയിലാണ് ഭാരത്തിലായിരിക്കുന്നത്, ആ ഭാരത്തിൽ വന്നിറങ്ങി ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം, സംസാരിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ്. ദുഷ്ടൻ്റെ അമ്പുകളെ ഒടിച്ചു കളയുന്ന ദൈവമാണ്, മാനിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവം. അതുകൊണ്ട് ആ ദൈവമായുള്ള ബന്ധത്തിലാണ് നമുക്ക് ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവം കൈവിടില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ്, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടില്ല, ഞാൻ ഉപേക്ഷിക്കില്ല, ഞാൻ മറക്കില്ല. 1 ഞാൻ ഒരു നാളും കൈവിടില്ല, 2 ഞാൻ മറക്കില്ല, 3 ഞാൻ ഉപേക്ഷിക്കില്ല. ഒരു ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അബ്രഹാമിനെ ഓർത്ത ദൈവം, ലോത്തിനെ ഓർത്ത ദൈവം, യോവിനെ ഓർത്ത ദൈവം, യാക്കോബിനെ ഓർത്ത ദൈവം, ജോസഫിനെ ഓർത്ത ദൈവം. പുതിയ നിയമത്തിൽ തൻ്റെ അപ്പോസ്തലന്മാരെ ഓർത്ത ദൈവം. സ്തോത്രം. എന്നെ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. പലരും നമ്മെ മറന്നെന്ന് വരാം, പലരും നമ്മെ ഉപേക്ഷിച്ചെന്ന് വരാം, പലരും നമ്മെ തള്ളിയെന്ന് വരാം, പലരും നമ്മെ പ്രേക്ഷലാമെ ഹല്ലേലൂയ കണ്ടില്ലെന്ന് വരാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു നാൾ വീക്ഷിക്കാത്ത ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അവനൊരു വചനം പറഞ്ഞാൽ, ഒരു ആലോചന പറഞ്ഞാൽ ദൈവം നിറവേറ്റിത്തരുന്ന ദൈവമാണ്. സ്വർഗം ഹല്ലേലൂയ വിടുതൽ നൽകുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. നമ്മെ താഴ്ചയിൽ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മെ മറയ്ക്കും. ഹല്ലേലൂയ. പാറമേൽ നമ്മെ നിർത്തി നാം താണുപോകാതെ ക്രിസ്തു എന്ന പാറമേൽ നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് നാം ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. എങ്ങനെ ജീവിച്ചു പോകും, എങ്ങനെ ആയിരിക്കും, നാളത്തെ കാര്യം എങ്ങനെയാണ് എന്ന് തലവേദനയായി ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവിടെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. സ്വർഗത്തിൻ്റെ കരമിറങ്ങി പ്രവർത്തിക്കും.
അതുകൊണ്ട് ദൈവസ്ഥാനത്തിൽ നിന്ന് സംശയിക്കാതെ യേശുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.